കേരളത്തിൽ ബി.ജെ.പി. ക്രൈസ്തവ കൂട്ടുകെട്ട് ഒന്ന് ശക്തിപ്പെട്ടു വരികയാണ്. അതെ. ഈ അവസരത്തിൽ അതിനെ തകർക്കാനായിട്ട് പലരും രംഗത്തെത്തുന്നുണ്ട്. അത് പലതരത്തിലാണ്. ഈ ക്രൈസ്തവ വോട്ടുകൾ നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ UDFിലേക്ക് മാത്രമല്ല നിന്നത്, അത് BJPയിലേക്ക് കൂടി പോയിട്ടുണ്ടെന്നാണ്. പ്രത്യേകിച്ച് ചില ക്രൈസ്തവ മുഖങ്ങൾ തന്നെ പ്രധാനപ്പെട്ടവർ BJPയിലുണ്ട്. അത് ക്രൈസ്തവരെ ഇനിയും കൂടുതലായിട്ട് BJPയിലേക്ക് അടുപ്പിക്കും എന്നും പലർക്കും അറിയാം. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലുള്ള സാഹചര്യം. അത് BJPയുടെ ഒരു തന്ത്രം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉള്ള കേരള പൊളിറ്റിക്സിലെ ഒരു തന്ത്രമായിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം ഔട്ട്റീച്ച്. അതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വളരെ വലുതായിട്ട് വരികയും ചെയ്തു. അതിൻ്റെ ഫലം ഒന്നും ഉണ്ടായില്ല എന്ന് മൂടി വയ്ക്കാനായിട്ട് മാധ്യമങ്ങൾ കുറച്ച് നാളായിട്ട് പണിപ്പെടുകയാണ്, തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ. പക്ഷേ BJP ഉണ്ടാക്കിയ നേട്ടങ്ങൾ നോക്കിയാൽ അറിയാം, പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള പ്രദേശങ്ങൾ, തിരുവനന്തപുരത്ത്, തെക്കോട്ടുള്ള ആലപ്പുഴ, തിരുവനന്തപുരം, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ BJPക്ക് ഒരു മുൻതൂക്കം കിട്ടുന്ന സീറ്റുകളുണ്ടെങ്കിൽ അവിടെ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. പരക്കെ വോട്ട് ചെയ്തോ ഭൂരിഭാഗം വോട്ട് ചെയ്തോ എന്നുള്ളതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു NDA എന്ന് പറഞ്ഞ മുന്നണിയാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന മുന്നണി പോലെയാണ്. വളരെ ക്ലേശകരമായാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF എന്ന് പറയുന്നത് ഏച്ച് കെട്ടിയ 10ഓളം പാർട്ടി, 10 കൂടുതൽ പാർട്ടികളുള്ളത്. അപ്പുറത്തും അതുപോലെ തന്നെ ഒരു ഡസനോളം പാർട്ടികൾ ഉള്ള ഒരു മുന്നണി, 2 മുന്നണികളാണ്. ഇവിടെ അവർ പേരിന് ഒരു BDSനെ നിർത്തിയിരിക്കുന്നത് ഒഴിച്ചാൽ കേരളത്തിൽ എന്തെങ്കിലും ഗ്രിപ്പുള്ള, അത് ജാതി പറഞ്ഞെങ്കിലും ഒരു ഗ്രിപ്പ് നിലനിർത്താൻ കഴിയുന്നത് BDSന് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു BJP, NDA എന്ന പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് പല മണ്ഡലങ്ങളിലും കപ്പിനും ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ തവണയും ഒക്കെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടത്, നഗരസഭകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തിന്, രാജീവ് ചന്ദ്രശേഖറുടെ തിരുവനന്തപുരം പരാജയം പോലും വെറും 16,000 വോട്ടിനായിരുന്നു. ഒരു 8,000 വോട്ട് അപ്പുറത്തേക്ക് ഈ ഒരു 5-6 നിയമസഭകളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ, 1000-1500 വോട്ട് വീതം ഓരോ നിയമസഭയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് വിജയം ഉറപ്പായിരുന്നു, അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് കിട്ടാതെ പോയത് ഈ ക്രിസ്ത്യൻ ലോബിയിൽ പലരും നടത്തുന്ന അപഖ്യാതികളും തീരദേശ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെ മുന്നോട്ട് വന്ന് പറഞ്ഞു, തീരദേശ മേഖലകളിൽ നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാം. നിങ്ങളുടെ ഒരാൾ ഇവിടുന്ന് അവിടെ പോയി കടലിൽ പോയി മരിച്ചു പോയാൽ, അല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന വിധത്തിലൊരു ചുഴിയിൽ ചെന്ന് പെട്ടാൽ പോലും ഇവിടുന്ന് രക്ഷിക്കാനുള്ള സംവിധാനമില്ല. ഒരു നിലവിളി കേട്ടാൽ ഇവിടുന്ന് പോകുന്ന സംവിധാനം വരെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തിരമാലകൾ, മത്സ്യസമ്പത്ത് ഏത് ഭാഗത്താണുള്ളത്, ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സംവിധാനം വരെ, ഞാൻ ഒരു സെൻറ്റർ ഇവിടെ സ്ഥാപിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ട് അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്വാസം വന്നെങ്കിലും അവരെ തിരിപ്പിച്ചു കളഞ്ഞു. എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ഞാൻ ഈ കോവിഡ് സമയത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു 500 കിറ്റ് ഞാൻ വിഴിഞ്ഞത്ത് കൊണ്ടുപോയി. വിഴിഞ്ഞത്തെ അത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം വിഴിഞ്ഞത്തെ ജനങ്ങൾ മുഴുവൻ ചുറ്റും കൂടുകയാണ്. ഈ കാരണം ഒരു പട്ടിണിയിലാണ്, പലർക്കും മീൻ പിടിക്കാൻ പോകാൻ കഴിയുന്നില്ല, പട്ടിണിയിലാണ്. പക്ഷെ അവർ ഞങ്ങളോട് വെച്ച മുന്നേ എല്ലാവരും വാങ്ങിക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ പറയുന്നത് പള്ളിയിൽ നിന്നൊരു പെർമിഷൻ വാങ്ങിക്കണം, പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾ എടുക്കില്ല. വിശന്ന് പൊരിഞ്ഞിരിക്കുന്നവനാണ്, എന്നാലും പള്ളിയുടെ പെർമിഷൻ വേണം. അപ്പം എന്നോടൊപ്പം വന്നവർ പറഞ്ഞു, അതിനെന്തിനാ പള്ളിയുടെ പെർമിഷൻ വാങ്ങിക്കാൻ പോകുന്നത്, നമ്മളിത് സൗജന്യമായിട്ട് കൊടുക്കുന്നതല്ലേ. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, ഇല്ല സാറേ, അത് അവിടെ നിന്ന് കിട്ടിയില്ലേ ഞങ്ങൾക്ക് വാങ്ങിച്ചാൽ പ്രശ്നമാകും, പിന്നെ പള്ളിയുടെ ഒരു കാര്യത്തിന് നമുക്ക് സപ്പോർട്ട് കിട്ടാതാവും, സാർ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിക്കാം. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു, നമുക്ക് പള്ളിയുടെ ഒരു പെർമിഷൻ വാങ്ങിക്കാം, കുഴപ്പമില്ല, നമുക്ക് അവിടെ അവരുടെ സെക്രട്ടറിയോ പാതിരിയോ ആരെങ്കിലും കണ്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരാരും സമ്മതമല്ല. അവർ പറഞ്ഞു അങ്ങനെ വേണ്ട, നമ്മളിതൊരു ഔദാര്യം ചെയ്യുന്ന പോലെ, നമ്മളൊരു ത്യാഗം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന സാധനമാണ്. ആ സാധനം അവർക്ക് വാങ്ങിക്കാനായിട്ട് ഇനി നമ്മൾ വേറൊരാളുടെ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അവസാനം ഈ സമ്മർദ്ദം ഇങ്ങനെ കൂടി വന്ന് ജനങ്ങൾ പിന്നെയും കൂടുകയാണ്. ആളുകൾ 500 കിറ്റിന് 1000 പേര് അവിടെ നിൽക്കുക. അപ്പോഴും ഇവർക്ക് വാങ്ങിക്കണമെന്നുണ്ട്, വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ബഹളവും ഇതെല്ലാം നടന്നിട്ടും പള്ളിയിൽ ഇത് വിവരം അറിഞ്ഞെന്നാണ് ഞങ്ങൾ. എന്നിട്ടും പള്ളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നാൽ കൊടുത്തോന്ന് പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ ചെന്ന്
ഞങ്ങൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, ഇത് കൊടുക്കുക മാത്രമാണെന്ന് തെളിയിക്കാതെ പറ്റിയില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ സെറ്റപ്പ്. അവസാനം ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വഴി കിട്ടാതെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ തരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. അതും സമ്മതിക്കില്ല. പള്ളി പറയാതെ ഞങ്ങൾ എടുക്കില്ല. ഇതാണ് വിഴിഞ്ഞത്തെയും മറ്റു ഭാഗത്തെയും ആ പള്ളിയുടെ പിടി മത്സ്യത്തൊഴിലാളികളുള്ള. അവർ കംപ്ലീറ്റ് ഈ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം തള്ളിക്കൊണ്ടവർ രാജീവ് ചന്ദ്രശേഖരന് എതിരായി വോട്ട് ചെയ്തു. അപ്പോൾ 3 തവണ ഒന്നും ചെയ്യാത്ത ശശി തരൂരിന് 4ാമത്തെ തവണ ഇവിടെ വോട്ട് കൊടുത്തു. പള്ളിക്കാരനും പട്ടക്കാരനും പറയുന്ന അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. പ്രത്യേകിച്ച് ലാറ്റിൻ വിഭാഗത്തിലുള്ളത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളത്ത് ദീപ്തി മേരി വർഗീസ് തലകുത്തി മറിഞ്ഞത് അതുകൊണ്ടല്ലേ. അവിടെ ലാറ്റിൻ്റെ ഡിമാൻഡ് വന്നു, ഷൈനി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഷൈനി മാത്യുവിനെ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് വോട്ടിടൽ വന്നു. ഷൈനി മാത്യുവിന് അടുത്ത ഊഴം കൊടുക്കാം, ഇപ്പം മിനിമോൾ ആവട്ടെ എന്ന് വെച്ചാൽ മിനിമോൾ മേയറായത്. വളരെ ശക്തമായ പിടി. ഇവിടെ മാത്രമല്ല, പല മേഖലകളിലും. അതിൽ അധികമില്ലാത്തത് മാർത്തോമക്കാർ അതുപോലുള്ളവർക്കൊക്കെ ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ചില വിഭാഗങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ പലയിടത്തും റിജിഡിറ്റിയോടുകൂടി നിൽക്കാൻ കേരളത്തിലെ മിഷണറിമാർക്ക് കഴിയാറുണ്ട്. മാർത്തോമ സഭയൊക്കെ BJPയുടെ ഒരു അനുഭാവം നിൽക്കുന്ന ഇതാണ്. കാരണം അവർക്ക് കുറച്ചുകൂടെ ലിബറലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവരുടെ ആ ഒരു സ്റ്റാൻഡും തറവാടിത്വവും അവരുടെ പിന്നെ സാമ്പത്തിക മേന്മയും ഒക്കെ അതിനകത്തൊരു ഘടകമാണ്. മറ്റ് പലരും സാമ്പത്തികമായി പോലും പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര ആയാലും പാറശാലയായാലും അരുവിക്കര ഉള്ള പല ക്രിസ്ത്യാനികൾക്കും പള്ളിയുമായി അഭേദ്യമായ ബന്ധം വേണമെന്ന് നിർബന്ധമുള്ളവരാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ വിഷമം വരുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. ഒന്നും ഇല്ലെങ്കിൽ പോലും അവരങ്ങനെ ഭയക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കണം എന്നുള്ളത് വലിയ ഘടകമായിരുന്നു. അത് കേക്ക് സന്ദർശനവും എല്ലാമായിട്ട് ഗുണം ചെയ്തതാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ വന്നു. 2000 സ്ഥലങ്ങളിൽ 1200 സ്ഥലങ്ങളിൽ വാർഡുകളിൽ ജയിച്ച് അവർ 2000-ഓളം സ്ഥലങ്ങളിൽ പിടിച്ചു. അവരുടെ സ്വതന്ത്രം ഉൾപ്പെടെ വന്ന 2000-ന് മേലായി. 2000-ഓളം പ്രദേശങ്ങളിൽ 2ാം സ്ഥാനത്ത് നിന്ന്. അപ്പം 4000 ആയില്ലേ. കഴിഞ്ഞ തവണ അവർ തോറ്റ 10-600 സ്ഥലങ്ങളുണ്ട്. അവിടെ ജയിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയും ഇത്തവണ തോറ്റതൊക്കെ ഉണ്ട്. അപ്പം ഏതാണ്ട് ഒരു 4500 കുറഞ്ഞത്. 10,000 എന്ന അമിത്ഷായുടെ പ്രതീക്ഷ 4500 5000 ആക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒരു വലിയ ഘടകം ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളായിരുന്നു. ഭൂരിപക്ഷം വേണ്ട BJPക്ക് ഒരു മണ്ഡലത്തിൽ ഒരു 2000-3000 ക്രൈസ്തവ വോട്ടുകൾ തന്നെ ധാരാളമാണ്. 8-10 സീറ്റുകൾ അല്ലെങ്കിൽ 15 സീറ്റുകൾ നേടുന്നതിന് വരെ ചില ബെൽറ്റുകൾ, അതായത് സൗത്തിലെ ചില ബെൽറ്റുകളിൽ, അത് പത്തനംതിട്ടയാവട്ടെ, പിന്നെ ആലപ്പുഴയാവട്ടെ, കോട്ടയത്താവട്ടെ, ഇടുക്കിയിലാവട്ടെ, എറണാകുളത്താവട്ടെ, തൃശ്ശൂരാവട്ടെ, ഇവിടെയൊക്കെ വളരെ നിർണായകമാണ്. തിരുവനന്തപുരത്ത് പോലും ഒരു 1000 വോട്ട് ചിലപ്പോൾ വളരെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലം, ഇവിടെ ഒരു 1000 വോട്ട് ചിലപ്പോൾ വളരെ നിർണായകമായി വന്നേക്കാം BJPയെ സംബന്ധിച്ചോളം. അതിന് 5000 വോട്ട് കൊടുക്കാൻ തക്ക സ്ട്രെങ്ത്തുള്ള ക്രൈസ്തവ കോൺസെൻട്രേറ്റഡ് ഏരിയാസ് ഉണ്ട്. അതുപോലെ ഈ പൂഞ്ഞാർ, പാല തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ പറഞ്ഞ പത്തനംതിട്ട, കോട്ടയം, ആ ബെൽറ്റിലെല്ലാം വലിയ സ്വാധീനം ഇപ്പോൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ കൊല്ലത്ത് പോലും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഏരിയ ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് ആൾക്കാരുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ക്രിസ്ത്യാനികളുടെ അങ്ങനെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പം വന്ന ക്രൈസ്തവ ബഹളം. ഒരു നിസ്സാര കാര്യം ഞാൻ പറയാം. കേരളത്തിൽ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് പിന്നെ BJP ജയിച്ചൊരു വാർഡാണ്. അവിടെ തന്നെ ഞാൻ 2-3 ദിവസമായിട്ട് ഒരു 5 ക്രിസ്മസ് കരോളുകാരെ കണ്ടിട്ടുണ്ട്. ക്രിസ്മസ് കരോളുകാർ പോകുന്ന ഒരു 5 എണ്ണം ഞാൻ മിനിമം കണ്ടിട്ടുണ്ട്. കേരളം മുഴുവൻ എടുത്ത 123,600-ഓളം വാർഡുകളിൽ എങ്ങനെയാലും 5 കൂട്ടിയാൽ പോലും 1,00,000-ത്തിലധികം ക്രിസ്മസ് കരോളുകൾ നടന്നു കാണും. ഇനി അതിൻ്റെ പകുതി നിങ്ങളെടുത്തു 50,000 എടുത്താലും 50,000-ൽ ഒരു കേസല്ലേ വന്നത് പാലക്കാട്. ആ പാലക്കാട്ടെ ഒരു കേസ് വെച്ചിട്ട് ഇന്നലെ മുഴുവൻ ചാനലുകളും, മെയിൻ ചാനലുകൾ ഒരു 3-4 എണ്ണം മുഴുവൻ ഡിസ്കസ് ചെയ്ത് കേക്ക് കൊടുക്കും, കഴുത്ത് വെട്ടും എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആങ്കർമാരൊക്കെ ആങ്കർ അല്ലായിരുന്നു, ആംഗ്രി ആങ്കർ ആയിരുന്നു ഇന്നലത്തെ ചാനലുകൾ ചർച്ചകളിലെല്ലാം കണ്ടത്. എൻ്റെ ഉദ്ദേശം ഈ 26-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 500-1000 ക്രിസ്ത്യൻ വോട്ടുകൾ എങ്കിലും കിട്ടുന്നതുണ്ടെങ്കിൽ അതുപോലും തടയണം. കാരണം ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഏറ്റവും തീവ്രമായി സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസമല്ലേ. ആ ഒരു സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുക്കേണ്ട ദിവസം പല പള്ളിയിലച്ചന്മാരെ കൊണ്ടുപോലും പറയിച്ചെന്നുള്ളതാണ്. ഇന്നലെ അവർ
ഏതാണ്ട് 18% വരുന്ന ക്രിസ്ത്യാനികൾ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഹൃദയം വ്രണതാപൂർണമാക്കി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഒരു മനഃശാസ്ത്രജ്ഞനെ വെച്ച് ഈ സാധനം പഠിക്കേണ്ടതാണ്. ഇന്നലത്തെ 3 ചാനലുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സ്ഥലത്താണ് നടന്നത്. ഞാൻ പറഞ്ഞില്ലേ 50,000-ത്തിലധികം കരോളുകൾ, 1,00,000 നടന്നു കാണും. 1,00,000 പോലീസിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കട്ടെ. 1,00,000-ത്തോളം ക്രിസ്മസ് കരോളുകൾ പല സ്ഥലങ്ങളിലായി പല ദിവസങ്ങളിലായി നടന്നിട്ടുണ്ട്. അതിൽ ഒരു ദിവസം ഒരു സ്ഥലത്താണ് നടന്നത്. അവിടെ നടന്നത് മദ്യത്തിൻ്റെ പ്രശ്നത്തിലാണെന്ന് കൃഷ്ണകുമാർ പറയുണ്ടായി. പിന്നെ അതിന് ഉടനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കരോളിനെ മദ്യപിച്ചുകൊണ്ടാക്കിക്കൊണ്ട് വന്നു. അതൊന്നും ഒരു വലിയ കഥയല്ല. പലരും മദ്യപിച്ചുകൊണ്ടാണ് ഈ ഡ്രം അടിക്കാനൊക്കെ പോകുന്നത്. അവർ ചിലപ്പോൾ ചില സാഹസങ്ങളൊക്കെ കാണിക്കണം, ആരെങ്കിലും കഴുത്തിന് പിടിച്ച് കാണും. അതായിരിക്കും കൃഷ്ണകുമാർ. പക്ഷേ കൃഷ്ണകുമാർ ഉടനെ തിരുത്തി. കാരണം എന്താ അറിയാമോ, അടുത്ത് ഇനി വേറെ എന്തെങ്കിലും ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പണിയാവും. ഉടനെ തന്നെ അല്ല ഞാനതല്ല പറഞ്ഞു, പുള്ളി അവതാ പറഞ്ഞ് മാറി. ഇത് എനിക്കറിയാം. ഞാനിവിടെ തിരുവനന്തപുരത്ത് ഈ പിന്നെ ടൂറിസം വകുപ്പിൻ്റെ ഘോഷയാത്ര 25 വർഷം എൻ്റെ കൺവീനറായിട്ട് ജോയിൻറ്റ് കൺവീനറായിട്ട് ആദ്യകാലങ്ങളിൽ വെറും ഒരു പിന്നെ കോർഡിനേറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. ഈ ചെണ്ടയും കൊണ്ടുവരുന്നവർ, പിന്നെ ഡ്രമ്മും കൊണ്ടുവരുന്നവർ, മറ്റേ ചൈനീസ് കൊട്ടുണ്ടല്ലോ അതും കൊണ്ട് ഡം ഡം നടി ഇതും കൊണ്ട് വരുന്നവരെല്ലാം ഈ സമയമാകുമ്പോൾ സാറേ എവിടെയാണ് സാർ മൂത്രപ്പര മൂത്രം ഒഴിക്കാൻ പോകണം. എന്തിനാ പോകുന്നത്? എവിടെ ഒരെണ്ണം തിരികെ വെച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് 2 അടിച്ചിട്ട് പോകാനാണ്. അത് അവർക്കൊരു സ്പിരിറ്റാണ്. എങ്കിലേ ഇത് അടിക്കാൻ ഒരു സുഖമുള്ളൂ. ഇതുപോലെ ചിലരിത് ചിലപ്പോൾ ഓവറായി പോയാൽ അവൻ ചിലപ്പോൾ ചില വേലകൾ കാണിച്ചോളെ. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് പാപ്പ വരുന്നത്, ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടി വരുന്ന ആൾ മാസ്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾക്കൊന്നും പേടിക്കണ്ട. അയാൾ ക്രിസ്മസ് പാപ്പയാണ് തെറ്റിദ്ധരിച്ചിട്ട് ചില ആളാണെന്ന് പറയില്ല. സ്ത്രീകളുടെ അടുത്ത് പോയി പിന്നെ ചില ചേഷ്ടകൾ കാണിക്കുക, കൈ കൊടുക്കുക, ഷേക്കിൻ്റെ കൊടുക്കുക, തല കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലർ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ചിലർ ഇതം കളയും, ചിലർ ഇഷ്യൂ ആക്കും. ഇങ്ങനെ നടന്നത് പോലും ഇപ്പോൾ മദ്യപാനം എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ നടന്നത് പോലും വലിയ വിഷയമായിട്ടുണ്ട്. ഞാൻ ഇന്നലെ വേറൊരു സാധനം കേട്ടു. ഒരു വളരെ വലിയ വിലപ്പെട്ട ഒരു നമ്മൾ വിലമതിക്കുന്ന ഒരു പിന്നെ സാംസ്കാരിക നായകൻ ഇന്നലെ ഒരു മാധ്യമത്തിലിരുന്ന് പറയുകയാണ്, നോർത്ത് ഇന്ത്യയിൽ ഈ ഹിന്ദുക്കളുടെ ജാഥ പോകുമ്പോൾ മുസ്ലിം പള്ളികൾ പൂർണ്ണമായും മറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തൊരു ഇന്ത്യയാണിതെന്ന് പറഞ്ഞു. ഇത് ഞാൻ നോർത്ത് ഇന്ത്യയിലെ പലരും ചോദിച്ചു ഈ കാര്യം. അപ്പോൾ അവർ പറഞ്ഞെന്തറിയാമോ, ഇത് പോലീസ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ കൂടെ ഈ ഹിന്ദുക്കളുടെ ജാഥ പോകുമ്പം ഈ പള്ളിക്കകത്തിരുന്ന് ചിലർ കല്ലെറിയും. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ 500 പേര് 1000 പേരൊക്കെയാണ് പോകുന്നത്. അവിടെ 4 പേരെ പള്ളിക്കകത്ത് കാണുള്ളൂ. അവൻ സേഫായിട്ടിരുന്നാണ് എറിയുന്നത്. പക്ഷേ ഇവരെല്ലാം കൂടെ കയറി അകത്തുണ്ടാക്കി പള്ളി തകർത്തുന്നതായിരിക്കും അവസാനത്തെ ബഹളം വരുന്നത്. അതുകൊണ്ട് പോലീസ് തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്, എന്തെങ്കിലും വലിയ സാധനമൊന്നുമല്ല, ചെറിയ ഒരു നെറ്റ് പോലത്തെ സാധനം വെച്ചിട്ട് ഈ പള്ളി അങ്ങ് മറയ്ക്കും. അപ്പോൾ ഈ അഥവാ കല്ലെറിഞ്ഞാലും ഇപ്പുറത്ത് ഈ ക്രിക്കറ്റ് ബോൾ പോകാതിരിക്കാൻ ചില നെറ്റ് പോലും ഉണ്ടാക്കുന്നില്ലേ, വളരെ തിക്കായിട്ടുള്ള അതുപോലത്തെ സാധനങ്ങളാണ് വെച്ച് മറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കല്ല് ചിലപ്പോൾ ഇവരുടെ ദേഹത്ത് വീഴില്ല, അല്ലെങ്കിൽ കല്ലെറിഞ്ഞാൽ ഉടനെ പോലീസിന് ഇടപെട്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയും. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി കളഞ്ഞു ഇവിടെ വന്നപ്പം. അതൊരു വലിയ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. അതായത് ഈ പ്രചരണത്തിൽ വീണുപോയതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഹിന്ദുക്കളുടെ ജാഥ ഇങ്ങനെ പോകുമ്പം, ഘോഷയാത്ര പോകുമ്പം ആ ഘോഷയാത്രയിൽ ഒരു പള്ളി കാണാതിരിക്കണം എന്ന് വരെയുള്ള വിദ്വേഷം ഇവിടെ വന്നുപോയി എന്നുള്ളതാണ്. തിരിച്ചാണ്, ഹിന്ദുവിൻ്റെ ജാഥ പോകുമ്പോൾ വിദ്വേഷം വന്ന് കല്ലെറിയുമ്പോൾ ആ വിദ്വേഷത്തിൻ്റെ പ്രതിഫലനമായിട്ട് ഇവിടെ ഒരു അടി നടന്ന് പള്ളിക്കകത്ത് ആക്രമണം നടത്താൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പള്ളി ആക്രമിച്ചു എന്നല്ലേ വരിക. ഇവിടുന്ന് കല്ലെറിഞ്ഞ കാര്യം വരില്ല. അത് പോലീസാണ് നിർദ്ദേശിച്ചത്. യു പിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ പോലീസാണ് നിർദ്ദേശിക്കുന്നത് അവിടെ ഒരു കർട്ടൻ ഉണ്ടാക്കണം, എന്നിട്ടത് മറയ്ക്കണം. കാരണം ഒരു കല്ലെറിഞ്ഞാലും ആളിൻ്റെ ദേഹത്ത് വീഴരുത്, ഇപ്പുറത്തെ വീഴാവൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇത് തന്നെയാണ് കരോളിൽ നടന്നിട്ടുള്ളത്. ഞാൻ കേരളത്തിൽ 1000, 50,000, 1,00,000 ക്രിസ്മസ് കരോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം എത്ര കാണും? 3 കോടിയോളം വരുന്ന ജനതയുള്ള ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ എത്ര കരോൾ നടന്നു കാണും? അതിലൊരു 3-4 സ്ഥലത്തെയാണ് ഈ ഇന്നലെ ഹൈലൈറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് പകരം ഇന്നലെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്തത് വിദ്വേഷത്തിൻ്റെ സന്ദേശമായിരുന്നു. വെറും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഒരു വിദ്വേഷ സന്ദേശമായിരുന്നു. അതിൽ പല ബിഷപ്പുമാരും പിന്നെ പാതിരിമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൽഹിയിലെ ബിഷപ്പ് പറഞ്ഞതാണ്. അങ്ങേർക്ക് അദ്ദേഹം പറഞ്ഞു, ഇവിടെ നടന്ന ചില വിഷയങ്ങളിൽ എനിക്ക് ചെറിയ അഭിപ്രായമുണ്ട്, ബട്ട് ദിസ് ഈസ് നോട്ട് ദ ഡേ, ഐ വിൽ ടെൽ യു അനദർ ഡേ. അതാണ് കറക്റ്റ്. അതാണ് അതിൻ്റെ ശരിയായ കാര്യം. ഇന്ന് പറയരുത്. അത് 4 സ്ഥലത്താണെങ്കിൽ 4 സ്ഥലത്തെയും പ്രശ്നം തന്നെയാണ്. അതും ഉണ്ടാവാൻ പാടില്ല. അതെന്താണെന്ന് അന്വേഷിച്ചാൽ അതിനുള്ള അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ
ദിസ് ഈസ് നോട്ട് ദ ഡേ. ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. ഇന്നലെ കേരളത്തിലെ ഈ ടെലിവിഷൻ കണ്ട ഏതാണ്ട് 90% ക്രിസ്ത്യാനികളും ഉറങ്ങിയിട്ടുള്ളത് വ്രണതമായ മനസ്സോടുകൂടിയായിരിക്കും. ഇത് ആരുണ്ടാക്കി? ഇതാണ് ഇതിനകത്ത് പ്രശ്നം. ഇത് കണ്ട ഹിന്ദുക്കളും അതുപോലെ തന്നെയാണ്. എടാ, എൻ്റെ നാട്ടിൽ എത്ര ഞാൻ പറഞ്ഞില്ല, ഞാൻ 5 കരോളുകൾ കണ്ടു എൻ്റെ വാർഡിൽ, BJP ജയിച്ച സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലത്ത്. ഇതുപോലെ ഓരോരുത്തരും കണ്ടെടുത്ത് ഇവിടെയൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. നമ്മളെല്ലാവരും സന്തോഷമായിട്ട്, എൻ്റെ വൈഫ് ഉൾപ്പെടെ ഉള്ളവർ വെളിയിൽ പോയി നോക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തതാണ് ഈ കരോളിൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ മനസ്സും വ്രണതമാവും. എടാ, നമ്മൾ ഇത്രയും സ്നേഹമായിട്ട് ആ കരോളിനെ സഹിഷ്ണുതയോടെ ഉൾക്കൊണ്ടിട്ടും ഇവരെല്ലാം TV കൂടെ ഇരുന്നത് ഈ അച്ഛനും കപ്പ്യാരും ഇത് തന്നെയാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ആങ്കർമാർ ഇതാണല്ലോ പറയുന്നത് എന്ന് അവർക്ക് തോന്നൂലേ? അപ്പം ഇത്തരം അവസരങ്ങൾ ഈ ഉണ്ടാക്കാതിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്, നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇന്നലെ നരേന്ദ്രമോദി ഒരു പള്ളിയിൽ പോയത് അതുകൊണ്ടല്ലേ? വൈസ്രോയുടെ പള്ളിയിലാണ് പോയത്, കത്തീഡ്രലിൽ. അവിടെ അദ്ദേഹം പോകാനുള്ള കാരണം ഇതാണ്. കാരണം 5 വർഷമായിട്ട് അദ്ദേഹം 5 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹം പിന്നീടുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഈ ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ ന്യൂനപക്ഷ വേട്ട എന്നുള്ളത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും അവസാനിപ്പിക്കുന്ന ആ പ്രയോഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ്. അപ്പം അതും കൂടെ ഒരു കാരണമാണ്. ഇത് ഒരിക്കലും അത് ഫോക്കസിൽ വരരുത്. നരേന്ദ്രമോദി ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്, അനുഗ്രഹം വാങ്ങിക്കുന്നത് ഒരു ചാനലിലും വരരുത്. അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇവിടുത്തെ 4 സ്ഥലങ്ങളിൽ നടന്ന ആക്രമണം, ലക്ഷക്കണക്കിന് സ്ഥലങ്ങളിൽ നടന്നതിനെ മറച്ചു വെച്ചുകൊണ്ട് 4 സ്ഥലങ്ങളിൽ മാത്രം നടന്നതിനെ ഹൈലൈറ്റ് ചെയ്യുക. കേരളത്തിൽ ഒരു സ്ഥലത്ത് നടന്നതിനെ ഹൈലൈറ്റ് ചെയ്യുക. വേറൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്, അത് DYFIക്കാരാണ്, അത് മുക്കി. അത് പിക്ചറിൽ വന്നില്ല. ഇന്നലെ തൃശ്ശൂരുള്ള ഒരു പിന്നെ BJPയുടെ ഒരു മാധ്യമത്തിലെ പ്രതിനിധി പറയുന്നത് കേട്ടു ആ വിഷയം. അപ്പം അദ്ദേഹത്തിനെ കൊന്നിരുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം എന്നിട്ട് പറയുകയും ചെയ്തു, എനിക്ക് വളരെ വിഷമമുണ്ട് ഇത് കേട്ടിട്ടെന്ന് വന്നിട്ട് അദ്ദേഹം തിരിച്ചടിക്കുമ്പോഴും അവരെ കൊന്നിരുത്തുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരു വർഗീയമായ ഒരു സാധനം ഇന്നലെ കേരളത്തിൽ വർഗീയ കേക്ക് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിച്ചു. അത് വളരെ അപലപനീയമായ കാര്യമാണ്. ഇത് BJP പോലും ഇടപെട്ട് പറയേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്ന് ഇത് അന്വേഷിക്കേണ്ടതാണ്. ഈ ചാനലുകൾ അവിടെ വന്ന് പ്രതിനിധികൾ നടത്തിയ വിദ്വേഷ പ്രക്ഷാളനം എത്ര മനസ്സുകളെ, സമാധാനത്തിൻ്റെ സന്ദേശത്തിന് പകരം വിദ്വേഷത്തിൻ്റെ സന്ദേശമല്ലേ ഇന്നലെ കൊടുത്തത്? എത്ര ക്രിസ്ത്യാനികൾ സമാധാനമായി ഉറങ്ങി? അവരുടെ മനസ്സിൽ എത്ര വേദനയുണ്ടായി? എത്ര ഹിന്ദുക്കൾ ഇന്നലെ സമാധാനമായി ഉറങ്ങി? അയ്യോ, ഇത്രയും സഹിഷ്ണുതയോടെ ഞങ്ങൾ കണ്ടിട്ടും ഞങ്ങളെ ഇത് പറയുന്നല്ലോ എന്ന്. ഇത് 2 വിഭാഗത്തിലും വലിയ സ്പർദ്ധ ഉണ്ടാക്കാനാണ് ഇന്നലത്തെ ശ്രമം മുഴുവൻ. അത് ശരിയല്ല. ഇത് വളരെ തെറ്റായ കാര്യമാണ്. ഇതാരെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെങ്കിൽ ഇത് അന്വേഷിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.